കൊടുംചൂടിൽ പത്വാടിപ്പുഴ വറ്റിവരണ്ടതോടെ പ്രദേശത്തെ കർഷകരും പരിസ്ഥിതിയും കടുത്ത പ്രതിസന്ധിയിലേക്ക്. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളും വറ്റിവരണ്ടു തുടങ്ങി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പുഴയിലെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചതോടെ തീരപ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങുകയാണ്. പക്ഷികൾക്കും ഇതര ജീവികൾക്കും കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥയാണിപ്പോൾ. പലയിടങ്ങളിലും പുഴയോരം വെറും മണൽപ്പരപ്പായി മാറിക്കഴിഞ്ഞു. വേനൽ കടുത്തതോടെ പുഴയെ ആശ്രയിച്ച് കൃഷിയിറക്കിയ നെൽകർഷകരും പച്ചക്കറി കർഷകരും വലിയ ആശങ്കയിലാണിപ്പോൾ. വെള്ളം ലഭിക്കാത്തതിനാൽ പലരും കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. പുഴയിൽ വെള്ളമില്ലാത്തത് പരിസരത്തെ കിണറുകളിലെ ജലനിരപ്പ് താഴാനും കാരണമായിട്ടുണ്ട്. മനുഷ്യർക്ക് പുറമെ പുഴയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന പക്ഷികളും ഇതര ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി വലയുകയാണ്. കുളിക്കാനും നനയ്ക്കാനും പുഴയെ മാത്രം ആശ്രയിച്ചിരുന്ന സാധാരണക്കാർക്കും ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പാളി രോഗം വന്നിട്ടുണ്ട്. അടക്ക പൂർണ്ണമായും നശിച്ചു. ഒന്നാമത് ചെയ്യാൻ മരുന്നടിക്കാൻ ആൾക്കാരെ കിട്ടി. രണ്ടാമത് ആൾക്കാരെ കിട്ടിയെങ്കിൽ മഴ പെയ്തെങ്കിൽ വെള്ളമടിച്ചിട്ട് മരുന്നടിച്ചിട്ട് പ്രയോജനമില്ല. തെങ്ങിനും അതുപോലെ തന്നെ മാളി രോഗം വരുന്നു, പിന്നെ തെങ്ങിന് കൂമ്പുചീയൽ രോഗം വരുന്നു. അങ്ങനെ കുറേ രോഗത്തിൽ തെങ്ങും നശിക്കുന്നു. കുടിവെള്ളത്തിന് പോലും ഉണ്ട് ക്ഷാമം. കുടിവെള്ളം ഇപ്പോൾ ചുറ്റുഭാഗമുള്ള ഈ വീട്ടിലൊന്നും കുടിവെള്ളമില്ല. പ്രത്യേകിച്ച് നല്ല വെള്ളമില്ല. ഉള്ളത് തന്നെ ഈ മട്ടി വെള്ളമാണ് ഇപ്പോൾ ഇവിടെ. കൃഷിനെ പറ്റി ഇത് പറയണം. കൃഷിയിൽ നിന്ന് നഷ്ടം, നെൽകൃഷി നഷ്ടം, പച്ചക്കറി നഷ്ടം, എല്ലാത്തിനും കീടരോഗബാധ ഉണ്ടാകും. തോടുകളും നീർച്ചാലുകളും നേരത്തെ തന്നെ വറ്റിയതിന് പിന്നാലെ പുഴയും നിലച്ചതോടെ നാട് വറ്റിവരണ്ട അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. കൂടാതെ സമീപത്തുള്ള തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾക്ക് മഹാളി, മഞ്ഞളിപ്പ് രോഗം, മണ്ഡരി തുടങ്ങിയ രോഗവും പടർന്നു പിടിച്ചിട്ടുണ്ട്. പുഴയുടെ സംരക്ഷണത്തിനും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുവാനും അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.